So moving to the next problem in the analysis of beams by kinematic method in plastic analysis. In the continuous beam shown in figure, plastic moment capacity of AB is twice that of BC. Determine the plastic moment capacity of beams if the loads shown in figure are working loads. Take load factor as 1.5. So this is our beam. It is a continuous beam ABC. നമ്മൾ ഇതുവരെ അനലൈസ് ചെയ്തത് സിംഗിൾ സ്പാൻ ഉള്ള ബീംസ് ആയിരുന്നു. അപ്പോൾ ഇത് രണ്ട് സ്പാൻ ഉള്ള ബീമാണ്. അതുപോലെ ഇവിടെ ഫസ്റ്റ് സ്പാനിൽ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി 2 MPa ആണ്. സെക്കൻഡ് സ്പാനിൽ MP ആണ്. പിന്നെ വേറൊരു കാര്യം കൂടി പ്രോബ്ലത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന ലോഡ്സ് എന്ന് പറയുന്നത് വർക്കിംഗ് ലോഡ്സ് ആണ്. അപ്പോൾ വർക്കിംഗ് ലോഡ്സിനെ നമ്മൾ ലോഡ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം അനലൈസ് ചെയ്യാൻ വേണ്ടി, കൊളാപ്സ് ലോഡ് ആക്കി മാറ്റാൻ വേണ്ടി. സോ ഹിയർ ദ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഓഫ് AB is 2 MP and the plastic moment capacity of BC is MP. അതുപോലെ നമ്മൾ വർക്കിംഗ് ലോഡ്സിനെയും as a given loads are working loads, load factor is to be multiplied to make them collapse loads. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആക്ട് ചെയ്യുന്ന ലോഡ്. അപ്പം ഫസ്റ്റ് ലോഡ് 40 kN ആയിരുന്നു. സോ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 1.5. then the collapse load is 60 kN and the second load എന്ന് പറയുന്നത് 20 kN ആയിരുന്നു. സോ 1.5 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കൊളാപ്സ് ലോഡ് ആക്കി മാറ്റണം. 30 kN ആണ് കൊളാപ്സ് ലോഡ്. ഇനി നമുക്കിവിടെ രണ്ട് സ്പാൻ ഉള്ളത് കാരണം, കണ്ടിന്യൂസ് ബീം ആയത് കാരണം നമ്മൾ അതിനെ രണ്ട് സ്പാനും സെപ്പറേറ്റ്ലി നമ്മൾ അനലൈസ് ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് ദ സ്പാൻ ABC ആണ് നമുക്ക് നമ്മുടെ ബീം എന്ന് പറയുന്നത്. AB എന്ന് പറയുന്നത് ഫസ്റ്റ് സ്പാനും BC എന്ന് പറയുന്നത് സെക്കൻഡ് സ്പാനും ആണെങ്കിൽ ലെറ്റ്സ് അനലൈസ് ദീസ് സ്പാൻസ് സെപ്പറേറ്റ്ലി. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ടേക്ക് ദ സ്പാൻ AB. കൊളാപ്സ് മെക്കാനിസം ഓഫ് AB. അപ്പോൾ AB എന്ന് പറയുന്ന പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫിക്സ്ഡ് എൻഡും പിന്നെ ഒരു റോളറും ആണുള്ളത്, പിന്നെ ഒരു ലോഡും ഉണ്ട്. അപ്പോൾ ഇവിടെ എവിടേക്കാണ് നമ്മൾ ഈ സ്പാൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ എവിടേക്കാണ് ഹിഞ്ച് ഫോം ആവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയിലും ബിയിലും അണ്ടർ ദ ലോഡിലുമാണ് ഹിഞ്ച് ഫോം ആവേണ്ടത്. അപ്പം ഓർത്ത് വെക്കേണ്ടത് കണ്ടിന്യൂസ് ബീംസിൻ്റെ കേസിൽ ഫിക്സ്ഡ് എൻഡ് ഉണ്ടെങ്കിൽ അവിടെ ഹിഞ്ച് ഫോം ആവും. പിന്നെ അതുപോലെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിൻ്റെ കേസിലും ഹിഞ്ച് ഫോം ആവും. ഈ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഹിഞ്ചസിൻ്റെയും റോളേഴ്സിൻ്റെയും കേസിലും നമുക്കിവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവും. അപ്പോൾ ഇവിടെ AB എന്ന് പറയുന്ന സ്പാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് A എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് ആണ്, അപ്പോൾ അവിടെ ഒരു ഹിഞ്ച് വേണം. B എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റോളറാണ്, സോ അവിടെ ഒരു ഹിഞ്ച് വേണം. പിന്നെ നമുക്കുള്ളത് ലോഡിൻ്റെ പോയിന്റിലാണ്. 40 kN ആണ് വർക്കിംഗ് ലോഡ്, കൊളാപ്സ് ലോഡ് 60 kN. സോ 60 kN അണ്ടറിലാണ് നമ്മുടെ മൂന്നാമത്തെ ഹിഞ്ച് വരിക ഇഫ് യു ടേക്ക് ദ സ്പാൻ AB. So the collapse mechanism of AB includes hinges at A, B and under the load 60 kN. So hinges at the fixed end and the load pointലും നമ്മൾ ഹിഞ്ചസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതേ സമയത്ത് തന്നെ ഓരോ പോയിന്റിലുള്ള പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റിയും കൂടെ എഴുതി വെക്കാം. അപ്പോൾ എയിൽ ഫസ്റ്റ് ഹാഫ് AB നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 MP ആണ്. അപ്പോൾ എയിൽ 2 MP ആണ്, അതുപോലെ ലോഡിൻ്റെ അണ്ടറിൽ 2 MP ആണ്. പക്ഷേ ബിയിൽ നമുക്ക് സെക്ഷൻ മാറുന്ന പോയിന്റ് ആണ്, 2 MP നിന്ന് MP മാറുന്ന പോയിന്റ് ആണ്. സോ സ്മോളർ വാല്യൂ ഷുഡ് ബി റിട്ടൺ. അപ്പോൾ MP ആണ് നമ്മുടെ ബിയിലുള്ള മൊമെന്റ് കപ്പാസിറ്റി. റൊട്ടേഷൻ അറ്റ് A is θ1, റൊട്ടേഷൻ അറ്റ് B is θ2 and the deflection under the load is delta and the rotation under the load is θ1 plus θ2. So internal work done is equal to 2 MP θ1 plus 2 MP into θ1 plus θ2 plus MP into θ2. അപ്പോൾ അതുപോലെ നമുക്കിവിടെ ട്രിഗണോമെട്രിക് റിലേഷൻ വെച്ചിട്ട് നമുക്ക് θ1ഉം θ2ഉം തമ്മിലുള്ള കണക്ഷൻ നോക്കണം. സോ θ1 is equal to delta by 3 and θ2 is equal to delta by 1. ഈ A2
ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ ഫ്രം ദ ലോഡ് ടു ബി ദ ഡിസ്റ്റൻസ് ഇസ് 1. അങ്ങനെയാണെങ്കിൽ 3 θ1 is equal to 2 θ2. So internal work done, when you calculate internal work done, let's substitute θ2 is equal to 3 θ1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ internal work done is equal to 13 mp θ1. External work done is equal to collapse load into the deflection. ഇവിടെ നമ്മുടെ എ ബി എന്ന് പറയുന്ന സ്പാനിലുള്ള ലോഡ് എന്ന് പറയുന്നത് 60 ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് 3 θ1 ആണ്. As θ1 is equal to delta by 3, delta is equal to 3 θ1. So here 60 into നമ്മുടെ collapse load 60 ആണ്. Delta is equal to 3 θ1. So 60 into 3 θ1, 180 θ1 is the external work done. So if you equate the internal work done and the external work done, 180 θ1 is equal to mp θ1 into 13, and here we are getting mp is equal to plastic moment capacity, mp is equal to 13.846 kilonewton meter. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പാൻ എ ബിയുടെ കൊളാപ്സ് മെക്കാനിസം ആണ് കണ്ടത്. അവിടെ നമ്മൾ എം പിയുടെ വാല്യൂ 13.846 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബി സിയുടെ കൊളാപ്സ് മെക്കാനിസം ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബി സി എന്ന് പറയുന്ന സ്പാൻ നോക്കാം. ഇതാണ് ബി സി എന്ന് പറയുന്ന സ്പാൻ. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ഉണ്ട്, പിന്നെ ഒരു റോളർ ഉണ്ട്, പിന്നെ ഒരു ലോഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് ഹിഞ്ചസ് ഫോം ആവേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ടിലും ലോഡിൻ്റെ അണ്ടറിലോ ആണ് നമുക്ക് ഹിഞ്ച് ഫോം ആവേണ്ടത്. എൻഡ് റോളറിലോ എൻഡ് ഹിഞ്ചിലോ നമുക്ക് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോർമേഷൻ ഉണ്ടാവില്ല. ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റോളറിലോ ഹിഞ്ചിലോ ആണ് നമുക്ക് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോർമേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്പാൻ എടുത്തു കഴിഞ്ഞാൽ, ബി സി എന്ന് പറയുന്ന സ്പാൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ 2 ഹിഞ്ചസ് ആണ് ഉണ്ടാവുക. ഒന്ന് അറ്റ് ദ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് ആൻഡ് 1 അണ്ടർ ദ ലോഡ്. അപ്പോൾ നമുക്കിവിടെ ലോഡ് ഉള്ളത് സെൻറ്ററിലാണ്. അപ്പോൾ ഹിഞ്ചസ് ബിയിലും പിന്നെ അണ്ടർ ദ ലോഡിലുമാണ്. സോ ഹിയർ ദ റൊട്ടേഷൻ അറ്റ് ബി ഇസ് തീറ്റ ആൻഡ് ദ അതർ എൻഡ് ഓൾസോ അറ്റ് സി ഓൾസോ ഇറ്റ് ഇസ് തീറ്റ. സിമെട്രിക് ആണ്, ലോഡ് സിമെട്രിക് ആയിട്ട് സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന കാരണം നമ്മുടെ 2 റൊട്ടേഷൻ വാല്യൂസും തീറ്റയാണ്. ഇനി അതുപോലെ നമുക്ക് 2 ഹിഞ്ച് പോയിന്റ്സിലുള്ള പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എം പിയുടെ വാല്യൂസും കൂടി എഴുതണം. അപ്പോൾ ബിയിൽ വി നോ ദാറ്റ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ സെക്ഷൻ. അപ്പോൾ എപ്പോഴും സ്മോളർ വാല്യൂ ഷുഡ് ബി റിട്ടൺ. സോ എം പി. അതുപോലെ ലോഡിൻ്റെ അണ്ടറിൽ എന്ന് പറയുമ്പം സെക്കൻഡ് ഹാഫാണ്, ബി സി എന്ന് പറയുന്ന ഹാഫിൽ വരുന്നതാണ്. അപ്പോൾ ഒബ്വിയസ്ലി അവിടുത്തെ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എം പി ആണ്. സോ എം പി ആണ് നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളത്. നൗ തീറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ 2 മീറ്റർ ആണ് ബിയിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ്. അതുപോലെ ലോഡിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസും 2 മീറ്റർ ആണ്. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 തീറ്റ. ഇന്റേണൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എം പി തീറ്റ പ്ലസ് എം പി ഇൻറ്റു തീറ്റ പ്ലസ് തീറ്റ. ഇങ്ങനെ 2 ഹിഞ്ചസ് ആണുള്ളത്. അപ്പോൾ ആ 2 ഹിഞ്ചസ് കൊണ്ടുള്ള ഇന്റേണൽ വർക്ക് ഡണ്ണും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 എം പി തീറ്റ എന്ന് കിട്ടും. And external work done is equal to WC into delta. ഇവിടെ കൊളാപ്സ് ലോഡിൻ്റെ വാല്യൂ നമുക്ക് 30 ആണ്. സോ 30 ഇൻറ്റു 2 തീറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് 2 തീറ്റ ആണ്. സോ 30 ഇൻറ്റു 2 തീറ്റ, 60 തീറ്റ is the external work done. Now if we equate the internal work done and the external work done, നമുക്ക് കിട്ടുന്നത് MP is equal to 20 kilonewton meter. അപ്പോൾ നമുക്ക് 2 മെക്കാനിസം ഉണ്ടായിരുന്നു. മെക്കാനിസം ഫോർ എ ബി ആൻഡ് മെക്കാനിസം ഫോർ ബി സി. ഇത് രണ്ടിലും നമുക്ക് കിട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി വാല്യൂസ് ഡിഫറെൻ്റ് ആണ്. എ ബിൻ്റെ മെക്കാനിസത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 13.846 കിലോന്യൂട്ടൺ മീറ്റർ ആണ്. സെക്കൻഡ് ബി സിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 20 കിലോന്യൂട്ടൺ ആണ്. അപ്പോൾ ഈ 2 വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാർജർ വാല്യൂ ആണ് നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. സോ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഓഫ് എ ബി എന്ന് പറയുന്നത് 2 എം പി ആണ്. പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി ഓഫ് ബി സി എന്ന് പറയുന്നത് എം പി ആണ്. സോ ഇവിടെ എം പി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഔട്ട് ഓഫ്
the two mechanisms നമുക്ക് larger value ഏതാണോ അതാണ് substitute ചെയ്യേണ്ടത്. So 2 MP, 2 into 20, 40 kilonewton meter is the plastic moment capacity of AB, and that for BC is 20 kilonewton meter. So this is how we analyze a continuous beam having more than one span.